Hello class, once again welcome to English Grassroots. Today we are going to discuss how to draft a public speech. ഒരു പ്രസംഗം എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രസംഗം എഴുതുക എന്ന് പറയുന്നതിൽ ഒരു ഐറണിയുണ്ട്. ബിക്കോസ് എ സ്പീച്ച് ഈസ് പ്രൈമറിലി എ സ്പീച്ച്. പ്രസംഗം പ്രസംഗിച്ചതാണ്, എഴുതിയതല്ല. Then why we worry about writing a speech? For two reasons. One, it's always good, it's always important to draft a speech before you actually deliver a speech. ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിന് മുമ്പ് അത് എഴുതി തയ്യാറാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. Two, you will get a control over your content and you can organize your ideas effectively if you are drafting a speech before you actually make a speech. ഒരു പ്രസംഗം പറയുന്നതിന് മുമ്പ്, അത് പ്രസംഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രൂപരേഖ നമ്മുടെ കയ്യിലുണ്ടാവുകയും വി വിൽ ഹാവ് ബെറ്റർ കൺട്രോൾ ഓവർ ടൈം. Okay, and we will have better control over our audience also because our speech will be much more effective. പ്രസംഗം കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റാൻ നമ്മുടെ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓഡിയൻസിന് മുകളിൽ നല്ല ഒരു ബെറ്റർ കൺട്രോളും ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. And more importantly, from the examination point of view, we have to write a public speech. Okay, it is in the exercise part of 3 L's of empowerment. അപ്പം നമ്മളൊരു വളരെ നല്ല ഒരു സ്പീച്ച് മോഡൽ ക്രിസ്റ്റീൻ ലാഗാർഡിൻ്റെ 3 L's of empowermentൽ കണ്ടു കഴിഞ്ഞതാണ്. Okay, how she is presenting an idea, how she is organizing her speech, how she is putting forward her arguments and how she is concluding. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സ്പീച്ചിൽ കണ്ടിട്ടുള്ളതാണ്. And there is a connected activity in the text. You are asked to make a school assembly speech. അപ്പോൾ this is a sure question for the exam also. So it's always important. It's very important to know how to draft a speech. ഒരു പ്രസംഗം എഴുതുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ, എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. The first thing to speak about this particular discourse is that it's an oral discourse. An oral discourse. What we mean by an oral discourse is that it is spoken. എഴുതിയതല്ല, പറഞ്ഞതാണ് ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ we clearly know that the oral language is different from the written language. ഇപ്പോൾ written language എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is much more say formal. Okay, and it is much more serious. Okay, and it's much more complex also. ഇതൊക്കെയാണ് say ഒരു written കമ്മ്യൂണിക്കേഷൻ്റെ, ഒരു റിട്ടേൺ ഡിസ്കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. വളരെ ഔപചാരികമായി, വളരെ സീരിയസ് ആയി, വളരെ കോംപ്ലക്സ് ആയി പ്രൊസീഡ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സാണ് ഒരു റിട്ടേൺ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു ഓറൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് മോർ ഇൻഫോർമൽ. വളരെ അനൗപചാരികമായിട്ട് പോകുന്നതാണ് സംസാരം എന്ന് പറയുന്നത്. ഓക്കെ, വി ഡോണ്ട് പ്ലാൻ, വി ആർ സ്പോണ്ടേനിയസ്. കുറച്ചുകൂടെ സ്വാഭാവികമായി നേച്ചുറലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇൻ കമ്പാരിസൺ വിത്ത് ദ റിട്ടൺ ഡിസ്കോഴ്സ് ദിസ് ഈസ് മച്ച് മോർ ഇൻഫോർമൽ, വളരെ അനൗപചാരികമാണ്. മറ്റൊരു കാര്യം, അനൗപചാരികമായതുകൊണ്ട് തന്നെ ദിസ് ഈസ് മച്ച് മോർ സിമ്പിൾ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് മച്ച് മോർ ഇമോഷണൽ. And you can see that it is much more passionate. അപ്പോൾ ഓറൽ ഡിസ്കോഴ്സ് ഇൻ കമ്പാരിസൺ ഇസ് മച്ച് മോർ ഫ്രീ, ഇറ്റ്സ് മച്ച് മോർ ലൈറ്റ്. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള, കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സാണ് ഓറൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ. വൈ വി സേ ദിസ് ഇസ് ദാറ്റ് എ സ്പീച്ച് ഇസ് ബേസിക്കലി ആൻ ഓറൽ ഡിസ്കോഴ്സ് ആൻഡ് ദിസ് ഹാസ് ടു ബി റിമെമ്പേർഡ്. നമ്മളൊരു പബ്ലിക് സ്പീച്ചിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ദിസ് ഹാസ് ടു ബി റിമെമ്പേർഡ്. അപ്പോൾ ഒരു സ്പീച്ചിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു അനൗപചാരിക സ്വഭാവമാണ്, അതിൻ്റെ ഒരു ഇൻഫോർമൽ ക്വാളിറ്റിയാണ്. ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് യു ആർ ഗിവൺ വൺ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് മാർക്ക് ആൻ്റണീസ് സ്പീച്ച് ഇൻ ദ ഷേക്സ്പിയറിയൻ പ്ലേ ജൂലിയസ് സീസർ. ആൻഡ് വി നോ ഹൗ മാർക്ക് ആൻ്റണി ഈസ് അഡ്രസ്സിങ് ദ ക്രൗഡ് ദർ.
He's addressing them as friends, Romans, and countrymen. Lend me your ears. I have come to bury Caesar and not to praise him. എന്നാണ് ആ വളരെ പ്രശസ്തമായ ആ ഒരു തുടക്കം. അങ്ങനെയാണ് ഈ ഒരൊറ്റ തുടക്കത്തോടു കൂടി, വളരെ ഇമോഷണലായ, വളരെ വളരെ ഇൻവോൾവായ ഈ ഒരൊറ്റ തുടക്കത്തോടു കൂടി ആ ഓഡിയൻസിനെ മാർക്ക് ആൻ്റണി കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ തന്നെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു ഹിസ്റ്റോറിക്കലി റിയൽ ടൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ ചെയ്തിട്ടുള്ള സ്പീച്ചാണ്. So when he has gone there, he was almost making himself a comical figure. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഫ്രൺ റോബും, ഒരു സന്യാസി സാഫ്രൺ റോബും, ഒരു വലിയ ഹ്യൂജ് ടേബനും ഒക്കെ കൂടിയായിട്ട് he was looking like an odd one out on the stage. വലിയ വെസ്റ്റേൺ സ്പീക്കേഴ്സൊക്കെ നിരന്നിരിക്കുന്ന ഒരു സ്റ്റേജിൽ he was an odd one out. പക്ഷേ when he went to the podium and when he started speaking, he addressed the audience as brothers and sisters of America. That was the first address that he made. ആ ഒരു ഗ്രീറ്റിങ്ങോട് കൂടി the audience has come to his side. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ദ പൈഡ് പൈപ്പർ ഓഫ് ഹാമെലിൻ, നമ്മൾ ആ കഥയിൽ വായിക്കുന്ന, ജർമ്മൻ കഥയിൽ വായിക്കുന്ന പൈഡ് പൈപ്പർ ഓഫ് ഹാമെലിൻ എങ്ങനെയാണോ ആ കുട്ടികളെയും കൊണ്ട് ആ നഗരത്തിലൂടെ നടന്നു പോയത്, അതുപോലെ തന്നെ ഈ ഓഡിയൻസിനെ അവരുടെ പിന്തുണ, അവരുടെ ഒരു ആവേശം, അവരുടെ ഒരു പിന്തുണ മുഴുവൻ വിവേകാനന്ദൻ നേടിയെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ മാജിക്, ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് മേക്കിംഗ് എ പബ്ലിക് സ്പീച്ച്. എന്താണ്? ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഹാസ് ടു ബി ഓൾവേസ് റിമെമ്പേർഡ് ദാറ്റ് വി ആർ മേക്കിംഗ് ആൻ ഓറൽ ഡിസ്കോഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സ്പോണ്ടേനിയസ്, ഇറ്റ് ഹാസ് ടു ബി ഫ്രീ, ഇറ്റ് ഹാസ് ടു ബി ലൈറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സിമ്പിൾ and quite, it has to come straight from your heart so that you can create an impact. ഓക്കെ, വളരെ നമ്മൾ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് സംവദിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഡിയൻസിന് മുകളിൽ വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതാണ് എപ്പോഴും ഓർക്കേണ്ടത്. സോ ഓൾവേസ് റിമെമ്പർ, വെൻ യു ആർ റൈറ്റിംഗ് ദ ഡ്രാഫ്റ്റ് ഓഫ് എ സ്പീച്ച്, യു ആർ ക്രിയേറ്റിംഗ് ആൻ ഓറൽ ഡിസ്കോഴ്സ്. വാമൊഴിയായിട്ട് ഉള്ള ഒരു കാര്യമാണ് എഴുതുന്നത്. ഈ ഒരു ഓർമ്മയിൽ വേണം ഒരു സ്പീച്ച് എപ്പോഴും എഴുതാനായിട്ട്. ഓക്കെ, സോ ഹൗ ഡു വി റൈറ്റ് എ സ്പീച്ച്? The first thing is to know the context. What we say is you have to envisage, or you say you have to visualize the context. ക്വസ്റ്റ്യനിൽ ഏത് കോണ്ടെക്സ്റ്റ് ആണോ തന്നിരിക്കുന്നത് ആ കോണ്ടെക്സ്റ്റ് നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു മേക്ക് എ സ്കൂൾ അസംബ്ലി സ്പീച്ച്, വിഷ്വലൈസ് ആൻ സ്കൂൾ അസംബ്ലി. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ അസംബ്ലിയിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഒരു സ്പീച്ചിനായി നിങ്ങൾ നിൽക്കുകയാണ് എന്നുള്ളത് ഭാവനയിൽ കാണണം. അതിനെയാണ് എൻവിസേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷ്വലൈസ് എന്ന് പറയുന്നത്. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ you will be able to make a real speech. കൃത്രിമമാണ് എന്ന് തോന്നിക്കാത്ത സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം കൃത്യമായും എൻവിസേജ് ചെയ്താലേ മതിയാവുകയുള്ളൂ. ഓക്കെ, സോ എൻവിസേജ് ദ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ്. അതിനുശേഷം ദർ ഇസ് എ formality, there is a kind of protocol that is followed in all public speeches. ആദ്യമായി വേണ്ടത്, you should be expressing your thanks, your sense of thankfulness to the people who have invited you to make the speech. ഒരു പ്രസംഗിക്കാനായി നമുക്കൊരു അവസരം തന്നിട്ടുള്ള ആളുകളെ, അവിടെ വന്നിട്ടുള്ള ആളുകളെ, അവരുടെ ഓഡിയൻസിനെ നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. സോ ഗ്രീറ്റ് ദ ഓഡിയൻസ്, and that has to be a sincere greeting, okay? An earnest or sincere greeting of audience. ഈ സദസ്സിനെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സദസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഏതു തരത്തിലുള്ള സദസ്സാണ്, ഏതു പ്രായത്തിലുള്ള സദസ്സാണ്, അവരുടെ ഒരു നേച്ചർ എന്താണ്, ആ സദസ്സിൻ്റെ സ്വഭാവം എന്താണ്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണോ ഇരിക്കുന്നത്, സാധാരണക്കാരാണോ ഇരിക്കുന്നത്, ഓക്കെ, ഒരു പ്രൊഫഷണൽസ് ആണോ ഇരിക്കുന്നത്, ഏത് തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു സ്പീച്ച് കേൾക്കാനായിട്ടിരിക്കുന്നത്. ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യമാണ്, യു ഹാവ് ടു തിങ്ക് ഓഫ് ദ ഓഡിയൻസ്. ഓക്കെ, ദെൻ യു ഹാവ് ടു തിങ്ക് ഓഫ് ദ കോണ്ടെക്സ്റ്റ്. ഏതൊരു കോണ്ടെക്സ്റ്റ്,
ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രസംഗം നടത്തുന്നത്? Is it in connection with a special day observation? Is it in connection with a celebration? Or whether it is an inauguration? Or whether it is a Thanksgiving? Or whatever it is. ഏത് സന്ദർഭത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രസംഗം നടത്തുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ അതിപ്രധാനമായൊരു കാര്യം, വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് അവർ സ്പീച്ച്? ഓർ വാട്ട് ഈസ് അവർ റോൾ? ആസ് എ സ്പീക്കർ, what is your role? Are you supposed to make the welcome speech? Or are you the chairperson making the keynote address? ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രഭാഷണം നടത്തുന്ന കീനോട്ട് അഡ്രസ്സ് നടത്തുന്ന ഒരാളാണോ? അതോ ഒരു സ്വാഗതം പറയുന്ന ആളാണോ? അതോ നിങ്ങൾ ആർ യു ഡൂയിങ് എ കൈൻഡ് ഓഫ് ഫെസിലിറ്റേഷൻസ് ലൈക്ക് you are expressing thanks or some the kind of expressing a kind of gratitude for having organized the function, അങ്ങനെ വല്ലതുമാണോ? അപ്പോൾ what is your role in that particular function? അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടോപ്പിക് ഉണ്ടാവുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ആരാണ് ഓഡിയൻസ്, ഏതാണ് സന്ദർഭം, എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ള ടോപ്പിക്ക്, ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ സ്പീച്ചിലേക്ക് കടക്കുവാൻ. ഇതാണ് വാട്ട് വി മീൻ ബൈ earnest and sincere greeting of audience. It means envisaging that particular context of the speech. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം, അവരെ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്പീച്ചിലേക്ക് കടക്കാം. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? യു ഹാവ് ടു ബി വെരി സിൻസിയർ ആൻഡ് യു ഹാവ് ടു ബി വെരി ക്ലിയർ. വളരെ ആത്മാർത്ഥമായും വളരെ വ്യക്തമായിട്ടും വേണം ഒരു പബ്ലിക് സ്പീച്ച് ഡെലിവർ ചെയ്യാനായിട്ട്. ഓക്കെ, യു ഷുഡിൻ മേക്ക് ആൻ ആർട്ടിഫിഷ്യൽ ഷോ ഓവർ ദർ. വളരെ കൃത്രിമമായിട്ടുള്ള ഒരു ഷോ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഒരു സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ, ഇറ്റ്സ് എ ഡിസ്കോഴ്സ് സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്കാണ്, അല്ലാതെ അവരുടെ ബുദ്ധിയിലേക്കല്ല നിങ്ങൾ ഈ നേരിട്ട് ഈ സ്പീച്ചുമായിട്ട് ചെല്ലുന്നത്. അവരുടെ ബുദ്ധിയിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ പോലും, അവരെ സ്വാധീനിക്കണമെങ്കിൽ പോലും, യു ഹാവ് ടു ബി സ്പീക്കിംഗ് വെരി ഏർണസ്റ്റ് ആൻഡ് വെരി പാഷനേറ്റ്. അപ്പോൾ അതിനെന്ത് വേണം? യുവർ ലാംഗ്വേജ് ഹാസ് ടു ബി വെരി സിമ്പിൾ. ഓക്കെ, ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ എഴുതുന്ന രീതി വളരെ ഇൻഫോർമൽ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ വളരെ സിമ്പിളായിരിക്കണം. കേട്ടാൽ തന്നെ അർത്ഥം മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഒരു സ്പീച്ചിനകത്ത് നമ്മൾ വാക്കുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് അവർ സെൻറ്റൻസസ് മസ്റ്റ് ബി വെരി സ്മോൾ. വളരെ ദീർഘമായ സെൻറ്റൻസസ് ഒരു സ്പീച്ചിൽ എഴുതാൻ പാടില്ല. ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസസ് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലിസണേഴ്സ് വിൽ ബി ഗെറ്റിംഗ് ദ ഐഡിയ ഓഫ് വാട്ട് യു ആർ സ്പീക്കിംഗ് ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ഫോളോ യു ആൻഡ് ഫോളോ യുവർ സ്പീച്ച്. നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പിന്തുടരാൻ ഈ രീതിയിൽ അനൗപചാരികമായി, ലളിതമായി, ചെറിയ വാചകങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന് കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദെൻ ഓർഗനൈസ് യുവർ സ്പീച്ച്. ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് തിങ്സ് സെക്കൻഡ്. ആ ഒരു ഓർഡറിൽ ആദ്യം പറയേണ്ട കാര്യങ്ങൾ ആദ്യം പറയുക, അതിനുശേഷം പറയേണ്ട കാര്യങ്ങൾ പിന്നീട് പറയുക. ആൻഡ് ഈച്ച് പോയിന്റ് ദാറ്റ് യു ആർ മേക്കിംഗ് നീഡ്സ് ടു ബി സപ്പോർട്ടഡ് വിത്ത് ആഡിക്വേറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, ഒരു പോയിന്റ് നമ്മൾ ഒരു സ്പീച്ചിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പോയിന്റ് അവതരിപ്പിച്ചതിന് ശേഷം അതിനെ തെളിയിക്കുവാനായിട്ട് ആവശ്യമുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അവിടെ നമ്മൾ കൊടുക്കണം. ആൻഡ് എ സ്പീച്ച് ഇസ് എ പെർഫോമൻസ്, ഇറ്റ്സ് എ സ്റ്റേജ് പെർഫോമൻസ് ഓൾസോ. ദിസ് ഹാസ് ടു ബി റിമെമ്പേർഡ്. അതുകൊണ്ട് ആവശ്യമുള്ള ജോക്സ്, ആവശ്യമുള്ള സൈഡ് എക്സ്പ്ലനേഷൻസ്, ആവശ്യമുള്ള അനക്ഡോട്ട്സ്, അപ്പോൾ ഒരു പ്രസംഗത്തിൽ ഉപയോഗിക്കാവുന്ന ചെറിയ കഥകൾ, ചെറിയ ഉദാഹരണങ്ങൾ, ചെറിയ ഫലിതങ്ങൾ, ഇതെല്ലാം തന്നെ ചേർത്ത് സ്പൈസി ആക്കിയിട്ടുള്ള, രസകരമാക്കിയിട്ടുള്ള ഒരു ഡെലിവറിയാണ് നമ്മളവിടെ നടത്തേണ്ടത്. അപ്പോൾ വി ആർ പ്രസൻറ്റിങ് അവർ പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഓൺ ആൻ ഇവോൾവിങ് ബേസിസ്. ഓക്കെ, ഇറ്റ് ഹാസ് ടു ഗ്രോ, ഇറ്റ് ഹാസ് ടു പ്രൊസീഡ്, ഇറ്റ് ഹാസ് ടു പ്രോഗ്രസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നിങ്ങളുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക്, നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നിഗമനത്തിലേക്ക് പതുക്കെ എത്തിച്ചേരുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ പോയിന്റ്സ് അവതരിപ്പിക്കുന്നത്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് പുട്ട് ടു മെനി പോയിന്റ്സ് ഇൻ എ സ്മോൾ സ്പീച്ച്. ഒരുപാട് പോയിന്റ്സ് ഇട്ട് കുത്തി നിറച്ചതിന് ശേഷം ഒരു സ്പീച്ച് സ്പോയിലായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വി നീഡ് ഓൺലി വെരി ഫ്യൂ പോയിന്റ്സ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ഹൗ വി സ്പീക്ക്. വാട്ട് വി സ്പീക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് ഹൗ വി സ്പീക്ക് എന്നുള്ളത്.
സോ ഇഫ് യു റിയലി വാണ്ട് ടു ക്രിയേറ്റ് എൻ ഇമ്പാക്റ്റ്, ഒരുപാട് കാര്യങ്ങൾ പറയുക, ഒരുപാട് ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇൻഫർമേഷൻ കൃത്യമായി, തെളിവോടുകൂടി, വ്യക്തതയോടുകൂടി, ഏറ്റവും കൂടുതൽ പ്രധാനമായി വൈകാരികമായി, ഇമോഷണലായി, സിൻസിയറായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിലാണ് നിങ്ങളുടെ സ്പീച്ച് എഴുതേണ്ടത്. അപ്പോൾ യുവർ വേർഡ്സ് നീഡ്സ് ടു ബി വെരി ക്ലിയർ, ദേ നീഡ് ടു ബി സിമ്പിൾ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫക്റ്റീവ്. യുവർ സെൻറ്റൻസസ് നീഡ് ടു ബി വെരി ഷോർട്ട്. That needs to be supported with examples and proverbs and anecdotes and everything like that. അപ്പോൾ ഇതെല്ലാം വെച്ച് പോയിൻറ്റ്സായി ഓർഗനൈസ് ചെയ്തെടുക്കുക. ആൻഡ് യു നീഡ് എ കൺക്ലൂഷൻ. ആൻഡ് ഇൻ ദ കൺക്ലൂഷൻ യു ആർ കൺക്ലൂഡിങ് ഓൾ ദ പോയിൻറ്റ്സ് ദാറ്റ് യു ഹാവ് സ്പോക്കൺ ഓഫ് ഏർലിയർ. അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ റീറ്ററേറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഓക്കെ, ഇതിനെയെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. സോ ദാറ്റ് ദ ഓഡിയൻസ് വൺസ് അഗെയിൻ ഗെറ്റ്സ് കൺഫേംഡ് അബൌട്ട് വാട്ട് യു ഹാവ് സ്പോക്കൺ. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫർമേഷനും കൂടെ ഓഡിയൻസിന് ലഭിക്കുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് യു ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദ സ്പീച്ച്. അവിടെ എന്ത് വേണം? യു ഹാവ് ടു ബി എക്സ്പ്രസിങ് യുവർ താങ്ക്സ് വൺസ് അഗെയിൻ. ഓക്കെ, ഈ പ്രസംഗം കേട്ടിരുന്ന ആളുകളോട് നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടുവേണം പ്രസംഗം അവസാനിപ്പിക്കുവാൻ. ഇത് നിങ്ങൾ എഴുതുന്ന ഡ്രാഫ്റ്റിനകത്തും ആ സെൻസ് ഓഫ് താങ്ക്സ് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ദർ ഷുഡ് ബി എ ബിഗിനിങ്. ആ ബിഗിനിങ് എന്ന് പറയുന്നതിനകത്ത് എൻ അഡ്രസ് ഓഫ് ദ ഓഡിയൻസ് വേണം, എ ഗ്രീറ്റിംഗ് ഓഫ് ദ ഓഡിയൻസ് വേണം. അതിനുശേഷം യു ക്യാൻ കം ടു ദ ടോപ്പിക് ആൻഡ് ഡോണ്ട് കം ടു ദ ടോപ്പിക് ഡയറക്റ്റ്ലി. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു പ്രമേയത്തിലേക്ക് ഞാൻ ഈ ഒരു പ്രത്യേക പ്രമേയം അവതരിപ്പിക്കുവാനാണ് ഈ പ്രസംഗം നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സ്പോയിൽഡ് ദാറ്റ് സ്പീച്ച്. And always come to the topic indirectly at the beginning. ഓക്കെ, ഒരു ഉദാഹരണത്തിലൂടെയോ ഒരു അനക്ഡോട്ടിലൂടെയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ടോപ്പിക് അവതരിപ്പിക്കാൻ പറ്റും. അതിനുശേഷമാണ് നിങ്ങളുടെ പോയിൻറ്റ്സ് ഓരോന്നായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഇഫക്റ്റീവ്. എത്ര ചെറുതാവുന്നു അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് പോയിൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളിക്കുക. ആ പോയിൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായ ഉദാഹരണങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുക. ലളിതമായ ഭാഷയിൽ എഴുതുക. പാഷനേറ്റ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻസോട് കൂടി എഴുതുക. ആൻഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ആർ ഡെലിവറിങ് ഇറ്റ് ഓറലി. വാമൊഴിയായി സംസാര ഭാഷയിലൂടെ കൊടുക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് എന്നുള്ള കാര്യം എപ്പോഴും ഒരു സ്പീച്ച് എഴുതുമ്പോൾ ഓർമ്മിക്കുക. അതുകൊണ്ട് നോ ഫോർമാലിറ്റീസ്, നോ സ്ട്രിക്റ്റ്നെസ്, നോ കോംപ്ലക്സിറ്റി, നോ ആർട്ടിഫിഷ്യൽ സീരിയസ്നെസ്, ഇതൊന്നുമില്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റായിട്ട് ആ ഡ്രാഫ്റ്റിനെ മാറ്റുക. ഓക്കെ, ആൻഡ് ഹൗ ഡു യു കൺക്ലൂഡ്? ഈ മുകളിൽ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും വെച്ച് ഒരു കൺക്ലൂഷൻ തയ്യാറാക്കുക. ആ കൺക്ലൂഷന് ശേഷം ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീച്ച് അവസാനിപ്പിക്കാം. Okay, this is the way that you are drafting a public speech. I remember one important quotation in this context. Tamil has a wonderful text called the Thirukural by the famous poet Thiruvalluvar. There is a wonderful quotation there which says that Aalarinde pesu, Sabhayarinde pesu, Pesadirundum palagu. It means that when you are making a speech, always remember to whom you are speaking. Number 2, when you make a speech, always remember the platform, Sabha. Platform in which context you are speaking. And the third one is Pesadirundum palagu, practice silence. It means that stop when you are supposed to stop the speech. Don't lengthen it unnecessarily. ആവശ്യമില്ലാതെ ഒരു പ്രസംഗം വലിച്ചു നീട്ടരുത്. അതുകൊണ്ട് എ ഷോർട്ട് ആൻഡ് എഫക്റ്റീവ് സ്പീച്ച് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ തയ്യാറാക്കുന്നത്. Try writing a speech. All the best. Thank you.